നമസ്കാരം മക്കളെ. LDC പരീക്ഷയൊക്കെ അടുത്ത് വരുവാണല്ലോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ 2-3 മാസപ്രോബ്ലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സൂത്ര വഴി കൂടെ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ ചോദ്യം വായിക്കാം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 900 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം 57 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. ട്രെയിനിൻ്റെ സ്പീഡ് km/h കണ്ടുപിടിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 240 + 900 1140 മീറ്റർ. ഇനി നമുക്ക് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. 1140നെ 57 കൊണ്ട് ഹരിക്കുമ്പോൾ 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ആ 20 മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 72 km/h എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് കിട്ടിയോ മക്കളെ? അടുത്ത ഒരു പ്രോബ്ലം ആണ് കുട്ടികളെ. 4 മണി 20 മിനിറ്റിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്ര? ഇതിനൊരു ഫോർമുല ഉണ്ട് കുട്ടികളെ. അവർ ഗുണം 30 മൈനസ് മിനിറ്റ് ഗുണം 5.5. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് PSCയുടെ 1 മാർക്ക് ഷുവറാണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ 30 × 4 മണിക്കൂറാണല്ലോ. 4 മണിക്കൂർ മൈനസ് 20 × 5.5 ചെയ്യുമ്പോൾ 100 എന്ന ആൻസർ കിട്ടും. ഈ ഒരു പ്രോബ്ലം ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിക്കാം. 8 മണി 15 മിനിറ്റ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്ര? നമ്മുടെ 30 × h മൈനസ് 5.5 × മിനിറ്റ്. ഇത് നമുക്ക് ഇതിലിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ 157 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. അത്രയും മതി. വേറൊരു പ്രോബ്ലമാണ് കുട്ടികളെ. 120 മീറ്റർ നീളമുള്ള 2 ട്രെയിനുകൾ പരസ്പര എതിർ ദിശയിൽ 60 km/h 48 km/h വേഗതയിൽ വരുന്നു. അവ തമ്മിൽ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെ എതിർ ദിശയിൽ വരുമ്പോൾ ഈ നീളങ്ങൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. സമാന്തരമായിട്ട് വരുവാണെങ്കിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം 60 + 48 കൂട്ടുക. അപ്പം 108. അതിനെ നമുക്ക് ഇത് 108 എന്നുള്ളതിനെ നമുക്ക് കിലോമീറ്ററാണ്. അതിനെ മീറ്റർ/സെക്കൻഡ് ആക്കുമ്പോൾ 30 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി 120 മീറ്റർ നീളമുള്ള 2 ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തം നീളം എത്രയാണ്? 240. 240നെ 30 കൊണ്ട് ഹരിക്കുമ്പോൾ 8.5 സെക്കൻഡ് സമയം. ക്രോസ് ചെയ്യാനുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത്. 8.5 സെക്കൻഡ് എന്ന് കിട്ടും. അത്രയും മതി.